ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര റിപ്പോർട്ടുകളുമായി ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ പ്രജിൻ സി കണ്ണൻ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായി പോകുന്നത് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് തന്നെയാണ്. പ്രജിൻ, ആദ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമായിരിക്കെ കോൺഗ്രസിൽ വീണ്ടും മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ചകൾ സജീവമാകുകയാണ്. UDF അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ പറഞ്ഞു. ജനാധിപത്യ പാർട്ടിയായതിനാൽ അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു KC വേണുഗോപാലിന്റെ മറുപടി. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് VD സതീശനും പ്രതികരിച്ചു. വിഷയത്തിൽ ചർച്ചയ്ക്കില്ല എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. മുതിർന്ന നേതാവ് PJ കുര്യന്റെ അഭിപ്രായ പ്രകടനത്തോടെ സംസ്ഥാനത്തെ കോൺഗ്രസിൽ വീണ്ടും മുഖ്യമന്ത്രി ചർച്ച സജീവമായിരിക്കുകയാണ്. തിരുവല്ലയിലെ തിരഞ്ഞെടുപ്പ് യോഗത്തിലാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് PJ കുര്യൻ അഭിപ്രായ പ്രകടനം നടത്തിയത്. രമേശും വേദിയിലുണ്ടായിരുന്നു. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. തിരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകിയ ഘട്ടത്തിൽ വിഷയം വഴിതിരിഞ്ഞു പോകുമെന്ന് തിരിച്ചറിഞ്ഞ നേതൃത്വം കരുതലോടെയാണ് പ്രതികരിച്ചത്. UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള ഇപ്പോൾ ഒരു ചർച്ച ഉണ്ടായിരിക്കുകയാണ്. ചർച്ചകളൊക്കെ വന്നോട്ടെ, ഒരു കുഴപ്പമില്ല, ഒന്നും സങ്കടപ്പെടണ്ട. ചർച്ച വഴിതിരിച്ചുവിടാനുള്ള സാധ്യത മുന്നിൽ കണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെയും പ്രതികരണം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തെലങ്കാനയിലും കർണാടകത്തിലും ചെയ്തതുപോലെ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. തന്റെ പേര് ഉയർത്തിക്കാട്ടിയുള്ള ചർച്ചയെ പരസ്യമായി പിന്തുണയ്ക്കാൻ രമേശ് ചെന്നിത്തലയും കൂട്ടാക്കിയില്ല. ഇതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് വരിക, കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം ഒരു പുതിയ ഗവൺമെന്റ് വരിക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ആരാകുമെന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ തർക്കമാണെന്നാണ് LDFന്റെ പ്രചാരണം. അത് ശരിവെക്കപ്പെടുന്ന തരത്തിലായിരുന്നു PJ കുര്യന്റെ അഭിപ്രായ പ്രകടനം. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചിത്രം തെളിയാൻ ഇനി ഒരു ദിവസം മാത്രം. നാളെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. ശേഷിക്കുന്ന വിമതരെയും തലവേദനയായ അപരന്മാരെയും പിൻവലിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി റെജി ചെറിയാൻ ആശ്വാസം. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ റെജി ചെറിയാന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു. സത്യം ജയിച്ചെന്നും പരാജയഭീതി കൊണ്ടാണ് LDF പരാതി നൽകിയതെന്നും റെജി ചെറിയാന്റെ പ്രതികരണം. നമ്മുടെ രാജ്യത്തൊരു നിയമമില്ലേ, ആ നിയമം നടപ്പായി എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ പരാജയം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് നടക്കുന്ന ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ, എൻ്റെ LDF സ്ഥാനാർത്ഥിയുടെ ആ ഒരു വിഷമത്തിൽ ഉണ്ടായതാണ്, ഇതല്ല വേറൊന്നുമില്ല. കോഴിക്കോട് എലത്തൂർ മണ്ഡലത്തിലെ NCP അജിത് പവാർ വിഭാഗം സ്ഥാനാർത്ഥിയുടെ രസീത് തട്ടിയെടുത്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ജില്ലാ കളക്ടറുടെ പരാതിയിലാണ് നടപടി. നേമത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സ്വത്ത് വിവരങ്ങൾ മറച്ചുവച്ചുവെന്ന ആരോപണം കോൺഗ്രസ് ആവർത്തിച്ചു. രാജീവ് ചന്ദ്രശേഖറിനെതിരെ പരാതി കൊടുക്കാൻ LDF തയ്യാറായില്ലെന്നും വിമർശനം. ശക്തമായിട്ട് തന്നെ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു കേസുമായി നീതിപീഠത്തെ സമീപിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. ഒരു തുണ്ട് കടലാസിൽ പോലും ഒരു പരാതി കൊടുക്കാൻ, രാജീവ് ചന്ദ്രശേഖറിനെതിരെ പരാതി കൊടുക്കുവാൻ LDF തയ്യാറല്ലായിരുന്നു. കണ്ണൂർ തോട്ടട പോളിടെക്നിക് കോളേജിൽ UDF സ്ഥാനാർത്ഥിയും SFI പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. നാളെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. ഇതിനിടെ വിമതരെയും അപരന്മാരെയും പിൻവലിക്കാനുള്ള ശ്രമവും തുടരുകയാണ്. ഇലക്ഷൻ ഡെസ്ക് 24. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി KM അഷ്റഫിനെ SDPI നേതൃത്വം പിൻവലിച്ചേക്കും. സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ UDF നേതൃത്വം ബന്ധപ്പെട്ടെന്ന് സംസ്ഥാന അധ്യക്ഷൻ CPA ലത്തീഫ് പറഞ്ഞു. BJPയുടെ തോൽവി ഉറപ്പാക്കേണ്ടത് SDPയുടെ മാത്രം ബാധ്യതയല്ല. UDF അവരുടെ സമീപനത്തിൽ മാറ്റം വരുത്തട്ടെ എന്നും CPA ലത്തീഫ് പ്രതികരിച്ചു. SDPI ഈ പ്രാവശ്യം 45 മണ്ഡലങ്ങളിൽ സംസ്ഥാനത്ത് മത്സരിക്കുന്നുണ്ട്. വലിയ ഒരു വോട്ട് ഷെയർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് SDPയുടെ പ്രതീക്ഷ. പേര് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ഞങ്ങളൊരു അഷ്റഫ് എന്ന പേരിന് ബദലായി വേറൊരു അപരൻ്റെ പേരുണ്ടാക്കി കൊണ്ടുവന്നതല്ല. എന്തായാലും ഒരുപാട് അപരന്മാർ കളത്തിലുണ്ട്. ആ സമയത്താണ് ഇങ്ങനെ ഒരു നീക്കം വന്നിരിക്കുന്നത്. എന്തായാലും SDP സ്ഥാനാർത്ഥി പിന്തിരിയണമെന്ന് SKSസും ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ആ രീതിയിലൊരു ധ്രുവീകരണം അവിടെ ഉണ്ടാവുന്നുണ്ടോ? അവിടെ ഓരോ വോട്ടുകളും പ്രധാനപ്പെട്ടതാണ്. ശക്തമായ ഒരു ത്രികോണ പോരാട്ടത്തിന്റെ പ്രതീതി ഇത്തവണ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിലേക്ക് പോകേണ്ട വോട്ടുകൾ SDPIയിലേക്ക് പോകും. അങ്ങനെ വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാകും എന്നുള്ളതാണ്. കോൺഗ്രസ് അല്ല UDF വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് ഒരു കണക്കുകൂട്ടൽ. ആ സാഹചര്യത്തിൽ കൂടിയാണ് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ കേരള യാത്ര റദ്ദാക്കി. UDF പ്രചാരണത്തിനായി ഇന്ന് വൈകിട്ടായിരുന്നു രാഹുൽ കോഴിക്കോട്ട് എത്തേണ്ടിയിരുന്നത്. ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുലിന് പകരമായി കോഴിക്കോടേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ.
അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അജി, എന്താണ് യാത്ര റദ്ദാക്കാനുള്ള കാരണം? അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം വിശദീകരണം നൽകുന്നുണ്ടോ? ഒപ്പം ഇന്നത്തെ പരിപാടികൾ അതെങ്ങനെയാണ്? പ്രജിൻ നസിദ, ഈ രാഹുൽ ഗാന്ധിയുടെ യാത്ര, കേരള യാത്ര നിശ്ചയിച്ചിരുന്നത് ഇന്ന് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തിരിക്കുകയും ഇന്ന് വൈകിട്ട് 4:30 അദ്ദേഹം കോഴിക്കോട്ടെ മഹാറാലിയെ അഭിസംബോധന ചെയ്യുമെന്നായിരുന്നു തുടക്കത്തിൽ തീരുമാനിച്ചത്. എന്നാൽ ഇന്നലെ രാത്രിയിൽ രാഹുൽ ഗാന്ധിയുടെ മാതാവ് സോണിയാഗാന്ധിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ യാത്ര ഇന്നലെ രാത്രിയിൽ മുതൽ അനിശ്ചിതത്വത്തിലായിരുന്നു. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കടക്കം വലിയ തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ഷെഡ്യൂളുകളൊക്കെ തന്നെ നേരത്തെ തന്നെ തീരുമാനിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ സോണിയാഗാന്ധിയുടെ ആരോഗ്യാവസ്ഥ തൃപ്തികരമാണ്. പക്ഷേ തൽക്കാലം കേരളത്തിലേക്ക് യാത്ര ചെയ്യേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തത്. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ പര്യടനം റദ്ദാക്കിയത്. കോഴിക്കോട് UDF മഹാറാലി സംഘടിപ്പിച്ചിരുന്നു. അത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി UDFിന്റെ മഹാറാലി, അതായത് കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ UDF സ്ഥാനാർത്ഥികളെ ഒരേ വേദിയിൽ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ മഹാറാലി കോഴിക്കോട് നിശ്ചയിച്ചിരുന്നത്. ആ റാലിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധിക്ക് പകരം മല്ലികാർജ്ജുൻ ഖാർഗെയാണ് വരുന്നത്. വൈകിട്ട് 4:30 മല്ലികാർജ്ജുൻ ഖാർഗെ ഒപ്പം സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. പ്രവർത്തകർ വലിയ തരത്തിലുള്ള ഒരു ആവേശത്തോട് തന്നെയായിരുന്നു നിന്നിരുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ പൊതുപരിപാടിയാണ്. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യത്തെ യാത്രയായിരുന്നു. അതുമാത്രമല്ല, ഗ്യാരണ്ടി കാർഡ് അടക്കമുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. ഈ പ്രഖ്യാപനം, അതായത് 5 ഗ്യാരണ്ടി പ്രഖ്യാപനങ്ങൾ, അത് ഇന്ന് ഈ പൊതുവേദിയിൽ വെച്ച് തന്നെ നടത്താനായിരുന്നു തീരുമാനിച്ചത്. KPCC അടക്കം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടെ ഒരു സർപ്രൈസ് ഉണ്ടാകും. ആ സർപ്രൈസ് ഇന്ന് വൈകിട്ട് തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് KPCC അടക്കം പറഞ്ഞത്. വലിയ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെയും നടത്തിയിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിൽ ആ യാത്ര മഹാറാലി ഉദ്ഘാടനം ചെയ്യുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. 5 ഗ്യാരണ്ടി കാർഡ് പ്രഖ്യാപിക്കുന്നത് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. 5 പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. ആ പ്രഖ്യാപനത്തിൽ എന്തെല്ലാം സുപ്രധാനമായ കാരണങ്ങൾ ഉണ്ടാകുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ നിലവിൽ കോഴിക്കോട് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രാവിലെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം അടക്കം പറഞ്ഞത് ഇത്തവണ ഒരു തുടർ ഭരണം LDFിനെ സംബന്ധിച്ച് ഉണ്ടാകില്ല, UDF അധികാരത്തിലെത്തും എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി സ്വാഭാവികമാണ്, അത്തരം പ്രതികരണങ്ങൾ നേരത്തെ ഉണ്ട്. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയെ പോലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖമായ ഒരു നേതാവിനെ ഇവിടെ എത്തിക്കുക, പ്രചാരണത്തിന്റെ പരമാവധി ആവേശം ഉണ്ടാക്കുക, അതോടൊപ്പം മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി എത്താൻ പോകും തൃശ്ശൂരിൽ, അപ്പം അതിനൊപ്പം പിടിച്ചു നിൽക്കുക എന്നതൊക്കെ ഉണ്ടല്ലോ. പക്ഷേ രാഹുൽ ഗാന്ധി എത്തുന്നില്ല. ഇനിയിപ്പോൾ മറ്റേതെങ്കിലും ഒരു ദിവസത്തേക്ക് അത് മാറ്റിവെക്കുന്നുണ്ടോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? പ്രജിൻ, രാഹുൽ ഗാന്ധിയുടെ ഷെഡ്യൂൾ അനുസരിച്ച് ഇലക്ഷന് ഈ മാസത്തെ ഒരു പ്രോഗ്രാമാണ് ഇവിടെ നിശ്ചയിച്ചത്. ഇനിയും കേരള പര്യടനം ഉണ്ട് എന്നാണ് ഷാഫി പറമ്പിൽ അടക്കം പറഞ്ഞത്. അത് ആദ്യത്തെ പരിപാടിയാണ് കോഴിക്കോട് നിശ്ചയിച്ചത്. അടുത്ത ദിവസങ്ങളിൽ ഉടനെ തന്നെ മറ്റൊരു ദിവസം മറ്റ് സ്ഥലങ്ങളിൽ തെക്കൻ കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ പര്യടനം ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിഞ്ഞത്. മധ്യ കേരളത്തിലും ഒപ്പം തന്നെ തെക്കൻ കേരളത്തിലും രാഹുൽ ഗാന്ധിയുടെ പര്യടനം ഉണ്ടാകും. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി അടക്കം എത്തി BJP ക്യാമ്പുകളിൽ വലിയ ആവേശം സൃഷ്ടിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ ഒരു വരവ് വലിയ തരത്തിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ ആത്മവിശ്വാസം നൽകുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ദിവസത്തേക്ക് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും ഒരു അപ്രതീക്ഷിതമായിട്ട് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പരിപാടി റദ്ദ് ചെയ്തത്. രാവിലെ 11 മണി വരെയും വലിയ തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. മറ്റൊരു ദിവസത്തേക്ക് ഈ പരിപാടി നടക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്കറിയാൻ കഴിയുന്നത്. ശരി അജി കുഞ്ഞുമോൻ. പ്രജിൻ, എന്തായാലും സോണിയാഗാന്ധിയുടെ അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുന്നു, ആശുപത്രി വാസത്തിലേക്ക് പോകുന്നു. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് രാഹുലിന്റെ സന്ദർശനം റദ്ദാക്കിയത് എന്നുള്ളതാണ് വിവരം. പക്ഷേ കോൺഗ്രസ് ക്യാമ്പിന് വലിയ ആവേശം നൽകേണ്ട ഒരു പരിപാടിയായിരുന്നു. തീർച്ചയായിട്ടും. എന്തായാലും പ്രജിൻ പറഞ്ഞതുപോലെ നമ്മൾ ഇനി NDA ക്യാമ്പിലേക്ക് പോകുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അവിടേക്ക് എത്തുന്നത്. ഞായറാഴ്ച കേരളത്തിലെത്തുന്ന മോദി 2 ഘട്ടങ്ങളിലായാണ് ആകെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുക. 29 തൃശ്ശൂരിലും പാലക്കാടുമാണ് പരിപാടികൾ എന്നാണ് അറിയുന്നത്. സജു ചാമക്കാലി തൃശ്ശൂരിലും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സജു, NDA ക്യാമ്പിൽ വലിയ ആവേശമായിരിക്കും പ്രധാനമന്ത്രിയുടെ ആ വരവ്. അതിന്റെ ക്രമീകരണങ്ങളൊക്കെ ഏത് രീതിയിലാണ്? എന്താണ് നമുക്ക് തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നുമൊക്കെ കിട്ടുന്ന പ്രതികരണങ്ങൾ?
പ്രജിൻ, വലിയ ആവേശത്തിലാണ് ഇപ്പോൾ BJP ക്യാമ്പ്, പ്രത്യേകിച്ച് NDA ക്യാമ്പ്. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇപ്പോൾ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിനു മുൻപ് കഴിഞ്ഞ മാസമായിരുന്നു പ്രധാനമന്ത്രി സംസ്ഥാനത്തേക്ക് എത്തിയത്. എന്തായാലും ഇപ്പോൾ ഈ 2 മാസങ്ങളിലായിട്ട് പ്രധാനമന്ത്രി എത്തുകയാണ്. പ്രത്യേകിച്ച് ഏപ്രിൽ മാസം, അതോടൊപ്പം തന്നെ ഈ മാസവും പ്രധാനമന്ത്രി എത്തുകയാണ്. വലിയ പരിപാടികളാണ് ഇപ്പോൾ BJP പ്ലാൻ ചെയ്തിരിക്കുന്നത്. 29-ന് തൃശ്ശൂരും പാലക്കാടുമാണ് പരിപാടികളായിട്ട് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. തൃശ്ശൂരിൽ വൈകുന്നേരം 4:30-ന് സ്വരാജ് റൗണ്ടിലാണ് പരിപാടി. പാലക്കാട് പൊതുസമ്മേളനമാണ് നടക്കുന്നത്. തൃശ്ശൂർ റവന്യൂ ജില്ലയിലെ എല്ലാ പ്രവർത്തകരും റോഡ് ഷോയിൽ പങ്കെടുക്കും. അങ്ങനെ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് NDAയുടെ വളരെ വിപുലമായിട്ടുള്ള പരിപാടിയിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും തൃശ്ശൂർ നഗരം LDF-നൊപ്പം നിൽക്കുന്ന ഒരു നഗരമാണ്. പ്രത്യേകിച്ച് 13 സീറ്റുകൾ 12 സീറ്റുകളും LDF-ന്റെ കയ്യിലാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു നഗരമാണെങ്കിൽ പോലും BJP വലിയ തോതിൽ തന്നെ, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ MP എന്ന് പറയുന്ന സുരേഷ് ഗോപി, അത് BJPയുടെ MP-യാണ്. NDA പിടിച്ച ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ മണ്ഡലങ്ങളിലൊക്കെ പ്രധാനമന്ത്രിയെ രംഗത്തിറക്കിക്കൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ BJP കണക്ക് കൂട്ടുന്നത്. അത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തോടു കൂടി വോട്ടർമാർക്കിടയിൽ വലിയ വികസന കാഴ്ചപ്പാടുകൾ മുൻപോട്ട് വെച്ചുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടർമാരെ തൃശ്ശൂർ നഗരത്തിലേക്ക് എത്തിച്ച് വലിയ ഒരു ആവേശകരമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടിയാണ് BJP ഇപ്പോൾ ആലോചിക്കുന്നത്. യെസ്, സജു ചാമക്കാലയിലാണ് തൃശ്ശൂരിൽ വിശദാംശങ്ങൾ നൽകിയത്. അസിത, എനിക്ക് തോന്നുന്നു തൃശ്ശൂരും പാലക്കാടും കാര്യമായി തന്നെ BJP പിടിച്ചു വലിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, ആഞ്ഞു വലിക്കുന്നുണ്ട്. അതെ, പ്രധാനപ്പെട്ട ഫോക്കസ് ഉള്ള 2 ഇടങ്ങളാണ്. അവിടുത്തെ ചില പ്രധാന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പര്യടനവും പ്രചാരണവും ഒക്കെ ആ നിലയിൽ തുടരുകയാണ്. അവിടേക്കാണ് പ്രധാനമന്ത്രി കൂടി എത്തുന്നത്. കൂടുതൽ ആവേശം NDA ക്യാമ്പ് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. യെസ്, എന്തായാലും പ്രചാരണം ശക്തമായതോടെ നേതാക്കൾ തമ്മിലുള്ള വാക്പോര് മുറുകുകയാണ്. പ്രൊഫഷണൽ ഏജൻസികളെ വെച്ച് പ്രതിപക്ഷം സർക്കാരിനെതിരെ നുണ പ്രചരിപ്പിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തുറന്നടിച്ചു. PR ആരോപണവും BJP ഡീലും ഉന്നയിച്ചാണ് CPIM-നും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷത്തിന്റെ മറുപടി. ഡീൽ CPIM-ഉം കോൺഗ്രസും തമ്മിലെന്നാണ് ദേശീയ തലത്തിലുള്ള സഹകരണം ചൂണ്ടിക്കാട്ടി BJP-യുടെ പ്രതിരോധം. CPIM BJP ഡീൽ ആരോപണവും മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളുമാണ് ഈ ദിവസങ്ങളിൽ പ്രതിപക്ഷം പ്രചാരണായുധമാക്കിയത്. ഇതിന് മറുപടിയുമായാണ് ഇന്ന് മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. വസ്തുതകൾ വെച്ച് സർക്കാരിനെ എതിർക്കാൻ കഴിയാത്ത പ്രതിപക്ഷം പ്രൊഫഷണൽ ഏജൻസികളെ ഉപയോഗിച്ച് സർക്കാരിനെതിരെ നുണ പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. വസ്തുത വെച്ചുകൊണ്ട് ഗവൺമെന്റിനെ എതിർക്കാൻ കഴിയില്ല, എന്നാൽ ഗവൺമെന്റ് എതിർക്കുന്നില്ലേ, അതിന് നുണകളെയാണ് ആശ്രയിക്കുന്നത്. നല്ല തരത്തിൽ പ്രൊഫഷണൽ ഏജൻസികളെ വെച്ച് നുണ പടച്ചു വിടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഇന്നും പ്രതിപക്ഷ നേതാവിനെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. അതിന് അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവത്തോടു കൂടിയുള്ള ഒരു അനുയായി ഉണ്ടായിരുന്നല്ലോ, ആ അനുയായിയെ കയ്യോടെ പിടികൂടപ്പെട്ടപ്പോൾ ആ ഇരകളെ എത്ര വൃത്തികെട്ട ഭാഷയിലാണ് ആക്ഷേപിക്കാൻ തയ്യാറായത്. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വീട്ടിൽ പോയി അല്ല ചോദിക്കാൻ പോകുന്നത്, തെരുവിൽ ഇറങ്ങി നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾ മറുപടി പറയണം. ഇതാണ് ഇരട്ടത്താപ്പ്. ഇരട്ട ചങ്കൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് ഇരട്ട താപ്പൻ എന്ന് വിളിക്കുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ പേരെടുത്ത് വിമർശിക്കാറില്ലെന്ന് ചൂണ്ടിക്കാട്ടി രമേശ് ചെന്നിത്തല ഡീൽ ആരോപണം ആവർത്തിച്ചു. UDF-ന് ജയിക്കാൻ മുഖ്യമന്ത്രിയുടെ പ്രസംഗം മാത്രം മതിയെന്നും രമേശ് ചെന്നിത്തല. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ മുഖ്യമന്ത്രി അമിത്ഷായുടെ പേരെടുത്ത് വിമർശിക്കുന്നത്? പ്രധാനമന്ത്രിയുടെ പേരെടുത്ത് വിമർശിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അതേസമയം CPIM-ഉം കോൺഗ്രസും തമ്മിൽ ദേശീയതലത്തിലുള്ള സഹകരണം ചൂണ്ടിക്കാട്ടിയാണ് ഡീൽ ആരോപണത്തെ BJP പ്രതിരോധിക്കുന്നത്. ജനങ്ങളെ വിഡ്ഢിയാക്കേണ്ട ഈ B ടീം C ടീം A ടീമിന്റെ പ്രചരണം കോൺഗ്രസും CPM ഒരുമിച്ച് ചെയ്യുമ്പോൾ പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നു? ഭയം. നേമത്ത് കോൺഗ്രസ് CPIM ഡീലാണെന്നും BJP ആരോപിക്കുന്നു. ഇലക്ഷൻ ഡെസ്ക് 24. ചട്ടവിരുദ്ധമായി ബാറുകളുടെ ലൈസൻസ് പുതുക്കി നൽകിയെന്ന സംസ്ഥാന സർക്കാരിനെതിരെ ആരോപണവുമായി പ്രതിപക്ഷം. 200-ലധികം ബാറുകൾക്ക് ലൈസൻസ് നീട്ടി നൽകി സംഘടിത അഴിമതി നടത്തിയെന്നാണ് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ആരോപണം. കോൺഗ്രസിന്റെ സംസ്കാരം വെച്ചാണ് ആരോപണമെന്നാണ് KC വേണുഗോപാലിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടി വിജ്ഞാപനമിറക്കിയ ഫെബ്രുവരി 13-ന് തന്നെയാണ് ക്ലാസിഫിക്കേഷൻ പുതുക്കാത്ത ഹോട്ടലുകളുടെ ബാർ ലൈസൻസ് പുതുക്കാനുള്ള ഉത്തരവുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതിനെതിരെയാണ് പ്രതിപക്ഷം അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയത്. 200ഓളം ബാറുകൾക്ക് ടൂറിസം വകുപ്പിന്റെ ക്ലാസിഫിക്കേഷൻ കാത്തു നിൽക്കാതെ വളരെ രഹസ്യമായിട്ട് ലൈസൻസ് പുതുക്കി കൊടുത്തിരിക്കുകയാണ്. ഇരട്ട അഴിമതിയാണ്. ഇത്രയും കോടി അഴിമതി നടത്തിയിട്ടും
അഴിമതിക്കെതിരെ പ്രസംഗിക്കുന്ന പിണറായി വിജയന്റെ തൂലിക്കെട്ടി അപാരം തന്നെയാണ്. UDFന്റെ സംസ്കാരം വച്ചാണ് LDFനെ കാണുന്നതെന്നും അതുകൊണ്ടാണ് KC വേണുഗോപാലിന്റെ പ്രതികരണമെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി. അത് KC വേണുഗോപാലിന്റെ പാർട്ടിയുടെ സംസ്കാരം വെച്ചാണ് പറയുന്നത്. ഹരിയാനയിൽ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് തന്നെ പണം വാങ്ങുന്നു എന്നുള്ള ആക്ഷേപമാണല്ലോ പഴയ അവിടുത്തെ ഒരു മഹിളാ കോൺഗ്രസിന്റെ നേതാവിന്റെ ഭർത്താവ് പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നു. മദ്യനയത്തിന് വിരുദ്ധമായാണ് ക്ലാസിഫിക്കേഷൻ ഇല്ലാത്ത ഹോട്ടലുകൾക്ക് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബാർ ലൈസൻസ് സർക്കാർ പുതുക്കി കൊടുത്തതെന്നാണ് ആക്ഷേപം. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിൽ നിന്ന് ക്ലാസിഫിക്കേഷൻ പുതുക്കി ലഭിക്കാൻ കാലതാമസമുണ്ടായെന്ന ന്യായീകരണമാണ് ഉത്തരവിൽ പറയുന്നത്. 24 തിരുവനന്തപുരം. മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ ഡോക്ടർ MK മുനീറിന്റെ കടബാധ്യത തീർത്ത് മുസ്ലിം ലീഗ് 49 ലക്ഷം രൂപ ബാങ്കിലടച്ചു. ഈ മാസം 31-നകം അടച്ചു തീർത്തില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുമെന്നായിരുന്നു ബാങ്കിന്റെ നോട്ടീസ്. വർഷ ഗിരീഷ് കോഴിക്കോട് നിന്ന് ചേരുകയാണ്. വർഷ, MK മുനീറിന്റെ പ്രതികരണം അടക്കം വളരെ വൈകാരികമായിരുന്നു. പാർട്ടി അദ്ദേഹത്തിന്റെ മുഴുവൻ ബാധ്യതകളും ഏറ്റെടുത്തിരിക്കുന്നു അല്ലേ? അത് തന്നെയാണ്. MK മുനീറിന്റെ കടബാധ്യതയെല്ലാം മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുന്നു. 49 ലക്ഷം രൂപ ബാങ്കിലെ കടം ലീഗ് അടച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അല്പം മുൻപ് MK മുനീർ പ്രതികരിച്ചപ്പോൾ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് ലീഗ് നേതൃത്വം തന്നെ വിളിച്ചിരുന്നുവെന്നും എല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞിരുന്നുവെന്നുമാണ്. എന്നാൽ അല്പം മുമ്പാണ് ലീഗ് 49 ലക്ഷം രൂപ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. എന്തായാലും MK മുനീറിന് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ നടക്കാവിലെ ക്രസന്റ് ഹൗസ് എന്ന വീടിനായിരുന്നു 58 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നത്. വീട് പുതുക്കി പണിയാൻ വേണ്ടിയായിരുന്നു ഈ ലോൺ എടുത്തിരുന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് അത് അടച്ചു തീർക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഈ കാലിക്കറ്റ് ടൗൺ സർവീസ് സഹകരണ ബാങ്ക് ഒറ്റ തീർക്കൽ പദ്ധതി പ്രകാരം അത് 49 ലക്ഷം രൂപയാക്കി മാറ്റിയത്. എന്നാലും അദ്ദേഹത്തിന് അത് അടയ്ക്കാൻ പറ്റിയിരുന്നില്ല. ശേഷമാണ് ഈ ഒരു ജപ്തി നോട്ടീസ് വന്നത്. അതിന് പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളോട് വളരെ വൈകാരികമായിരുന്നു പ്രതികരിച്ചിരുന്നത്. തന്റെ കയ്യിൽ ഒന്നുമില്ലെന്നും എന്തെങ്കിലും വഴി തെളിയുമെന്നുമായിരുന്നു MK മുനീർ അന്ന് പ്രതികരിച്ചിരുന്നത്. ശേഷമാണ് അദ്ദേഹത്തെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഫോണിൽ വെച്ച് സംസാരിച്ചത്. ശേഷം ഈ ബാധ്യത തീർക്കുമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയിരുന്നു. ആ ഒരു ഉറപ്പ് ഇപ്പോൾ പാലിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് MK മുനീറിന്റെ വീടെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലീഗ് മന്ദിരം പോലെ തന്നെയാണ് ആ വീട്. അതുകൊണ്ട് തന്നെ ആ വീടിനെ സംരക്ഷിക്കുക എന്നുള്ളത് ലീഗിന്റെ ഒരു ചുമതല കൂടിയായിരുന്നു. അതെന്തായാലും അവർ കൃത്യമായി തന്നെ നിറവേറ്റിയിരിക്കുകയാണ്. അസിത, എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷവും രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധിയും ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് വൈകിട്ട് 5 മണിക്കാണ്. സാഹചര്യങ്ങൾ അവലോകനം ചെയ്യാൻ കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. രാജ്യത്ത് പെട്രോൾ ഡീസൽ ക്ഷാമം എന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി. നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ പ്രതിസന്ധിയെ മറികടക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ സർവകക്ഷി യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. എന്നാൽ പ്രസ്താവനയ്ക്കപ്പുറം ഇന്ത്യയുടെ വിദേശ നയമടക്കമുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ച വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. രാജ്യത്തെ കാർഷിക മേഖലയിലെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. രാജ്യത്ത് പെട്രോൾ ഡീസൽ ക്ഷാമമെന്ന റിപ്പോർട്ടുകൾ പെട്രോളിയം മന്ത്രാലയം തള്ളി. ഇന്ത്യയിൽ ആവശ്യമായ ഇന്ധനശേഖരമുണ്ടെന്നും വിതരണ ശൃംഖലകൾ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് ഗ്യാസ് ബുക്ക് ചെയ്യാനുള്ള സമയപരിധിയിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. PNG കണക്ഷൻ അനുമതികൾ വേഗത്തിലാക്കാൻ അവശ്യ സാധന നിയമപ്രകാരം കേന്ദ്ര സർക്കാർ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു. 24 ഡൽഹി. ഡൽഹിയിൽ കോൺഗ്രസിന്റെ മുൻ ദേശീയ ആസ്ഥാനം ഒഴിയണമെന്ന് കേന്ദ്ര സർക്കാർ. യൂത്ത് കോൺഗ്രസ് ആസ്ഥാനവും ഒഴിയാനാണ് നിർദ്ദേശം. നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ദീർഘകാലമായി കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 24 അക്ബർ റോഡിലെ കെട്ടിടത്തിൽ നിന്നും പാർട്ടിയെ ഉടൻ ഒഴിപ്പിക്കാനാണ് നീക്കം. 1978 മുതൽ പാർട്ടി കൈവശം വെക്കുന്ന കെട്ടിടം ഒഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന് വീണ്ടും നോട്ടീസ് ലഭിച്ചു. ഒപ്പം യൂത്ത് കോൺഗ്രസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റൈസിന റോഡിലെ 5-ാം നമ്പർ കെട്ടിടവും ഒഴിയണമെന്നാണ് കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് എസ്റ്റേറ്റിന്റെ നോട്ടീസ്. വരുന്ന ശനിയാഴ്ചയ്ക്കകം 2 കെട്ടിടങ്ങളും ഒഴിയണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ഈ നീക്കമെന്നും നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. സർക്കാരിൽ നിന്നും കൂടുതൽ സമയം തേടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിഗണനയിലുണ്ടെന്നാണ് സൂചന. കഴിഞ്ഞ വർഷം DDU മാർഗിന് സമീപമുള്ള ഇന്ദിരാഭവനിലേക്ക് പാർട്ടി ആസ്ഥാനം മാറ്റിയിരുന്നെങ്കിലും നിർണായക ചർച്ചകൾ പലതും നടക്കുന്നത് സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയോട് ചേർന്നുള്ള അക്ബർ റോഡിലെ കെട്ടിടത്തിലാണ്.
2024 പാർട്ടി MP-യുടെ പേരിൽ ഈ കെട്ടിടം അനുവദിക്കാൻ അപേക്ഷ നൽകിയിരുന്നെങ്കിലും നിരസിക്കപ്പെട്ടു. തുടർന്ന് വിപണി നിരക്കിലുള്ള വാടക നൽകിയാണ് നിലവിൽ കെട്ടിടം ഉപയോഗിക്കുന്നത്. 24 ഡൽഹി. തമിഴ്നാടും തെരഞ്ഞെടുപ്പിന്റെ വലിയ ആവേശത്തിലാണ്, ചൂടിലാണ്. അവിടെ സീറ്റ് വിഭജന മണ്ഡല നിർണയ ചർച്ചകൾ പുരോഗമിക്കുന്നു. സഖ്യകക്ഷികളുമായുള്ള DMK ചർച്ച തുടരുകയാണ്. ഇന്നോ നാളെയോ മണ്ഡലങ്ങൾ നിർണയിക്കുമെന്നുള്ളതാണ് വിവരം. എന്നാലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക AIADMK പുറത്തിറക്കി കഴിഞ്ഞു. കോൺഗ്രസ്, മനിതനേയ മക്കൾ കക്ഷി എന്നിവരുമായാണ് DMK ഇന്ന് ഉച്ചവരെ ചർച്ചകൾ നടത്തിയത്. 28 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. താൽപ്പര്യമുള്ള മണ്ഡലങ്ങളുടെ ലിസ്റ്റ് DMKയുടെ സമിതിക്ക് കൈമാറി. அதில் சில மண்டலங்களில் DMKயும் ஆவசியமுன்னைச்சிട്ടുണ്ട്. நாங்கள் கேட்ட தொகுதிகளை சிலதை அவர்கள் கேட்கிறார்கள். அவர்கள் கேட்கும் தொகுதிகளை நாங்கள் கேட்கிறோம். பேச்சுவார்த்தை சுமூகமாக நடந்திருக்கிறது. இன்னும் ஓரிரு நாட்களில் ஒரு முடிவுக்கு வருவோம். இவர்கள் கொடுத்த தொகுதிகளெல்லாம் அகில இந்திய காங்கிரஸ் கமிட்டி AICC தலைவரிடம் அனுப்பி ஒப்புதல் பெற்று மீண்டும் இங்கே கொடுப்போம். 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന മനിതനേയ മക്കൾ കക്ഷി 4 മണ്ഡലങ്ങളുടെ ലിസ്റ്റ് കൈമാറി. സിറ്റിംഗ് സീറ്റുകളായ പാപനാശം, മണപ്പാറ എന്നിവയ്ക്ക് പുറമെ വ്യാസർപാടി, തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് മണ്ഡലങ്ങളാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ചെറിയ കക്ഷികളുമായി സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുന്നതിനൊപ്പം തന്നെ അണ്ണാ DMK ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. 23 പേരുടെ പട്ടികയിൽ എല്ലാ മുൻ മന്ത്രിമാർക്കും സിറ്റിംഗ് സീറ്റുകൾ തന്നെ നൽകിയിട്ടുണ്ട്. BJP ആവശ്യമുന്നയിച്ച തിരുപ്പറൻ കുണ്ട്രത്തിലും അണ്ണാ DMK തന്നെ മത്സരിക്കും. പാർട്ടി ജനറൽ സെക്രട്ടറിയും മുൻ മുഖ്യമന്ത്രിയുമായ എടപ്പാടി K പളനിസ്വാമി സേലം ജില്ലയിലെ എടപ്പാടിയിൽ നിന്ന് മത്സരിക്കും. 24 ചെന്നൈ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് താൽക്കാലിക ആശ്വാസം. മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി ഇടപെട്ടില്ല. അതേസമയം അതിജീവിതയ്ക്കെതിരായ ഹൈക്കോടതി പരാമർശം സുപ്രീം കോടതി നീക്കം ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി വിധിയിലെ അതിജീവിതയ്ക്കെതിരായ പരാമർശങ്ങളാണ് സുപ്രീം കോടതി നീക്കിയത്. പരാമർശങ്ങൾ വിചാരണയെ ബാധിക്കുമെന്ന് അതിജീവിതയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. പരാമർശങ്ങൾ നീക്കിയത് കേസിന്റെ തുടർ വിചാരണയിൽ അനുകൂലമാകുമെന്ന് അതിജീവിതയ്ക്കായി ഹാജരായ അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. ലീവ് ഗ്രാന്റ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി 4 പാരഗ്രാഫുകളാണ് ഈ ഹൈക്കോടതി വിധിയിൽ നിന്ന് നീക്കം ചെയ്യണം നമ്മൾ ആവശ്യപ്പെട്ടത്. 17, 18, 20, 21 പാരഗ്രാഫുകൾക്കകത്താണ് അതിജീവിതയ്ക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. ആ പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നുള്ള അതിജീവിതയുടെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയും ആ പരാമർശങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് കേസ് തീർപ്പാക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി വിധിയിൽ ഇടപെടുന്നില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ ഹൈക്കോടതി മിനി ട്രയൽ നടത്തിയെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും പരാതിക്കാരി ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. 24 ഡൽഹി. തിരുവനന്തപുരം സെൻട്രലിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാതെ ആന്റണി രാജു. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മത്സരിക്കാനാവാത്ത ആന്റണി രാജു ഇതുവരെയും ഇടതുമുന്നണിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ല. തൊണ്ടി മുതൽ തിരിമറി കേസിൽ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനായ ആന്റണി രാജു ഇതുവരെയും പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ല. കേസിൽ അപ്പീൽ ഹൈക്കോടതി തള്ളിയതോടെ ആന്റണി രാജു പൊതുവേദികളിൽ എത്തിയിട്ടില്ല. ഇതിനിടെ തിരുവനന്തപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി സുധീർ കരമനയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ആന്റണി രാജുവിന്റെ വീഡിയോ പുറത്തു വന്നു. UDF സർക്കാർ ഭരണത്തിലിരുന്ന കാലഘട്ടത്ത് മെനഞ്ഞെടുത്ത ഒരു കള്ളക്കേസിൽ എന്റെ രാഷ്ട്രീയമായി എന്നെ തകർക്കാൻ UDF ഗവൺമെന്റ് ഉണ്ടാക്കിയ കള്ളക്കേസിൽ പെടുത്തിക്കൊണ്ട് എന്നെ നിയമപരമായി ഇന്ന് മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 3ാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ തിരുവനന്തപുരം നിയോജക മണ്ഡലം അതോടൊപ്പം ഉണ്ടാകുവാൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുധീർ കരമനെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ആന്റണി രാജു പ്രചാരണത്തിന് ഇറങ്ങുന്നതിനോട് CPIM-നും താല്പര്യമില്ലെന്നാണ് വിവരം. 24 തിരുവനന്തപുരം. ഇനി നമുക്കൊന്ന് കായംകുളത്തേക്ക് പോവാം. അവിടെ LDF സ്ഥാനാർത്ഥി U പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശവുമായി മുസ്ലിം ലീഗ് നേതാവ്. കായംകുളം UDF കൺവീനർ A ഇർഷാദാണ് മോശം പരാമർശം നടത്തിയത്. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് CPIM വ്യക്തമാക്കി. നേതൃത്വം മറുപടി പറയണമെന്നാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ആവശ്യപ്പെട്ടത്. കായംകുളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് U പ്രതിഭയെ വളരെ മോശമായി ആക്ഷേപിച്ചുകൊണ്ട് UDF കൺവീനർ കൂടിയായിട്ടുള്ള ശ്രീ എർഷാദിൻ്റെ
ഒരു പ്രസംഗം കേൾക്കാനിടയായി. വളരെ ശക്തമായി അതിനെ അപലപിക്കുകയാണ്. ഇതിന് കോൺഗ്രസ് നേതൃത്വം മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഒരു സ്ത്രീയെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പോലും ആക്ഷേപിക്കാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്താണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളവരെ ഈ രൂപത്തിൽ അപമാനിക്കാനും ആക്ഷേപിക്കുവാനും വളരെ മോശപ്പെട്ട പദപ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. ലിഡിയ ജേക്കബ് ചേരുകയാണ്. ലിഡിയ, അങ്ങേയറ്റം മോശം പരാമർശമാണ്, സ്ത്രീവിരുദ്ധ പരാമർശമാണ്, സ്ത്രീത്വത്തെ ഒന്നാകെ അപമാനിക്കുന്നതാണ്. ആ നിലയിലുള്ള ഒരു പരാമർശം മുസ്ലിം ലീഗ് നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. വലിയ പ്രതിഷേധവും ഉണ്ടാകുന്നുണ്ടല്ലേ അതിനോടൊപ്പം തന്നെ? അഷിത, തീർച്ചയായും അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ളൊരു പരാമർശമാണ് മുസ്ലിം ലീഗ് നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്ക് നേരെ വലിയ രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാമർശം കായംകുളം UDF കൺവീനറായിട്ട് കൂടിയിട്ടുള്ള A. ഇർഷാദ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. വലിയ പ്രതിഷേധങ്ങളാണ് അതിൽ ഉയരുന്നത് എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ കുറിച്ച് എന്നല്ല, ഒരു ആളെക്കുറിച്ച് ഒരാളെക്കുറിച്ചും ഇത്തരത്തിലൊരു പരാമർശം, അങ്ങനെയുള്ള നടത്താൻ പാടില്ലാത്ത പരാമർശമാണ് ഈ മുസ്ലിം ലീഗ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. വാക്ചാതുര്യവും ശരീരത്തിന്റെ അഴകും ഉപയോഗിച്ച് അത് വിൽപ്പനയ്ക്ക് വെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്ന തരത്തിലുള്ള വലിയ മോശകരമായിട്ടുള്ള അധിക്ഷേപകരമായിട്ടുള്ള പരാമർശമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അതിനെ ശക്തമായിട്ട് അപലപിക്കുകയാണ് CPM ചെയ്യുന്നത്. അതിനെതിരെ പ്രതിഷേധ നടപടികളും അതുപോലെ തന്നെ നിയമ നടപടികളും നടത്താൻ ഒരുങ്ങുകയാണ് CPM എന്നുള്ളതാണ്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനത്തോടും മാന്യതയോടും കൂടി സംസാരിക്കണം, പ്രത്യേകിച്ചൊരു പൊതുവേദിയിൽ സംസാരിക്കണം, നടക്കമുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കെ തന്നെയാണ്, അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ സജീവമായിരിക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള പരാമർശം ചർച്ചയാകുന്നത് എന്നുള്ളതാണ്. ഇന്നലെ നടന്ന UDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടായിരിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ വഴിവെച്ചിരിക്കുക കൂടിയാണ്. ഇനിയുമുണ്ട് ഒരുപാട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. നമ്മൾ അത്തരം സെഗ്മെന്റിലേക്ക് കടക്കാൻ പോവുകയാണ്. കേരളത്തിൽ അംഗം മുറുകുന്നു. നാടിന്റെ രാഷ്ട്രീയ സ്പന്ദനമറിയാൻ മണ്ഡലം ചുറ്റും മഹിളകൾ. മണ്ഡലം ചുറ്റും മഹിളകൾ കോ-സ്പോൺസേഡ് ബൈ വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. സ്വരാജ് തുടങ്ങിവെച്ച വികസനം പൂർത്തിയാക്കാൻ KN ഉണ്ണികൃഷ്ണൻ വൻ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് തൃപ്പൂണിത്തറയിലെ ഒരു സംഘം CITU തൊഴിലാളികളുടെ പ്രതീക്ഷ. സ്വരാജ് മത്സരിക്കാൻ എത്താത്തതിന്റെ നിരാശയും അവർ 24ന്റെ മണ്ഡലം ചുറ്റും മഹിളകളിൽ പങ്കുവച്ചു. അപ്പോൾ നമ്മൾ തൃപ്പൂണിത്തറയിലാണുള്ളത്, മാർക്കറ്റിലാണ്. നമുക്കൊപ്പം കരുത്തരായ CITUവിന്റെ സഖാക്കളാണുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കേണ്ടതുണ്ടോ, എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചിരിക്കുകയാണ്. അതെ, തൃപ്പൂണിത്തറ മണ്ഡലം പിടിച്ചെടുക്കാൻ കരുത്തനായ സ്ഥാനാർത്ഥിയാണ് ശ്രീ KN ഉണ്ണികൃഷ്ണൻ എന്നാണോ? തീർച്ചയായിട്ടും, ഒരു സംശയമില്ല, ഇപ്രാവശ്യം അത് പിടിച്ചെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ ഒരു വരവിനെ എങ്ങനെയാണ് കാണുന്നത്? അതിൽ വലിയൊരു വോട്ട് ഷെയർ BJPക്ക് പോകുമെന്നുള്ളൊരു ആശങ്കയുണ്ടോ? അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ അതൊരു പ്രാദേശിക വ്യക്തികളെ നോക്കിയാണ് അവർ വോട്ടുകൾ കൂടുതൽ പോയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ നമ്മുടെ നഗരസഭയിലെ ഒരു കൗൺസിലറും കൂടിയാണ്, ഞാൻ ഈ വാർഡിലെ കൗൺസിലറും കൂടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം, ഓരോ പ്രദേശത്തെ വോട്ടുകൾ വന്നിരിക്കുന്നത് BJPയുടെ പേഴ്സണലായിട്ട് കിട്ടിയ വോട്ടല്ല, ആ വ്യക്തിക്ക് വേണ്ടി ഓരോരുത്തർ കൊടുത്തേക്കുന്ന വോട്ടുകളാണ്. അങ്ങനെ ഒരു വോട്ട് ഷെയർ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും BJP ഒരു 3ാം സ്ഥാനത്ത് തന്നെ ആയിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. അതെ, ഇത്തവണ ഈ 2020 ആണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ BJP സ്ഥാനാർത്ഥി വരേണ്ടിടത്താണ് 2020 സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. സിനിമാ താരമാണ്. അപ്പോൾ ചേട്ടൻ എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? സിനിമാ താരമായിട്ട് വലിയ ഇതൊന്നുമില്ല. നമുക്ക് ഇപ്പോഴും താല്പര്യം ഇടതുപക്ഷ ചിന്താഗതിയാണ്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ചിന്താഗതി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു നിലവിൽ നമ്മുടെ ജീവിത അന്തരീക്ഷം മെച്ചപ്പെടുത്തി തന്നിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ. സർക്കാർ മാറണ്ടെന്നൊരു അഭിപ്രായം. ഒപ്പം ഇങ്ങോട്ടേക്ക് LDFന്റെ CPIMന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായും 3ാം തവണയും കേരളത്തിൽ LDF തന്നെ ഭരിക്കും, അതിൽ യാതൊരു ഡൗട്ടും ആർക്കും വേണ്ട. അങ്ങനെ ശക്തമായ വാദമാണ്. അതെ, അവിടെ ആ ചേട്ടനോടുകൂടി നമുക്കൊന്ന് പെട്ടെന്ന്. അതെ ചേട്ടൻ, ഇതേ അഭിപ്രായം തന്നെ ഇവർ പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ്. അത് തന്നെ എനിക്ക് അഭിപ്രായമുള്ളത്. പിന്നെ ചെന്നക്ക് കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും വികസന പെരുമഴ തന്നെയായിരുന്നു. അത് തൃപ്പൂണിത്തുറ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം LDF ജയിക്കണം. ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്? ഏതെങ്കിലും വിധത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നതായിട്ട് പറയാൻ പറ്റും? ഇവിടെ അങ്ങനെ വലിയ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. ഇവിടെ മാർക്കറ്റ് ഇപ്പോൾ കിടക്കുന്നത് കാണാൻ പറ്റില്ല. ഒരു മാർക്കറ്റ് പോലെയാണ് കിടക്കണത്. എന്ത് വൃത്തിയായിട്ട് കിടക്കണത്. ഇതൊക്കെ ഇതേപോലെ നിലനിന്ന് പോകണമെങ്കിൽ ഈ ഗവൺമെൻറ് തന്നെ വരണം. അല്ലെങ്കിൽ ഇത്തവണ ഡെപ്യൂട്ടി മേയർ ആണല്ലോ മത്സരിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അവർ കഴിഞ്ഞ തവണ വൈപ്പിനിൽ 2 പേരും മുഖാമുഖം മത്സരിച്ച ആളുകളാണ്. അപ്പോൾ ഇത്തവണ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അപ്പോൾ ദീപക് ജോയി ഒരു നല്ല സ്ഥാനാർത്ഥിയാണോ? കരുത്തനായ
കരുത്തനായ സ്ഥാനാർത്ഥിയാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ കരുത്തനല്ല. അത് ഇപ്പോൾ നമ്മുടെ കെ ബാബു എന്ന MLA യുടെ ബിനാമിയായിട്ട് തന്നെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അവരുടെ ആളുകൾക്ക് പോലും അമർഷമുണ്ട് അതിൽ, ആ സ്ഥാനാർത്ഥി വന്നതിൽ. കെ ബാബു വലിയ ജനകീയനായ ഒരു MLA അല്ലേ, എപ്പോഴും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നതെന്ന് അദ്ദേഹം തന്നെ സ്ഥിരം പറയുന്ന ഒരു അത് ആളുകൾ വിലയിരുത്തുന്നത് പല പല കാര്യങ്ങൾ ചെയ്തിട്ടാണ്. പക്ഷെ വികസന പ്രവർത്തനം ഞങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് അഭിപ്രായം. അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. അദ്ദേഹം കല്യാണ വീടുകൾ അവിടെയൊക്കെ ചെല്ലുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ള വികസന പ്രവർത്തനത്തിലേക്ക് അങ്ങനെ എത്തിയിട്ടില്ല. ശരി, അത് അത്തരത്തിൽ വികസനം പോരാ എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇവർക്കുള്ളത്. മാത്രമല്ല ഇനിയും ഒരുപാട് പദ്ധതികൾ അത് മുടങ്ങിപ്പോയിട്ടുണ്ട്. അതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു LDF സ്ഥാനാർത്ഥി തന്നെ ജയിച്ചു കയറണം, ആ സ്ഥാനാർത്ഥിനെ MLA ആയി വരണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഈ ചേട്ടന്മാർക്കുള്ളത്. യെസ്, അങ്ങനെ മണ്ഡലം ചുറ്റുമകളകൾ ഇങ്ങനെ തുടരുകയാണ്. പല മണ്ഡലങ്ങളിൽ പോയി അവിടുത്തെ പൾസ് അറിയുക എന്നുള്ളതാണ് അല്ലേ. പ്രജൻ, നമുക്ക് ഇനി അമ്പലപ്പുഴയിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായി ഉയർന്നു കേട്ട ഡീൽ ആരോപണം അമ്പലപ്പുഴയിൽ നിന്ന് വീണ്ടും കേൾക്കുകയാണ്. അവിടെ BJP UDF ഡീൽ നടന്നിരിക്കുന്നുവെന്നാണ് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള എച്ച് സലാം പറയുന്നത്. ഈ ഡീൽ നടപ്പാക്കാനുള്ള കവചമാണ് G സുധാകരന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം. KC വേണുഗോപാൽ പരസ്യമായി മറുപടി നൽകണം എന്നും എച്ച് സലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അമ്പലപ്പുഴയിൽ BJP UDF ഡീൽ നടന്നിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്നലത്തെ പ്രസ്താവനയോടെ വെളിച്ചത്ത് വരുന്ന കാര്യം. ഇതിൽ സ്വതന്ത്ര പരിവേഷത്തോടെ ആദ്യം അവതരിപ്പിച്ച് നാട്ടുകാരെ പറ്റിക്കുക, പിന്നെ UDF സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ പുറകെ പറയുക, മൂന്നാം ഘട്ടമാകുമ്പോൾ BJPയുടെ ഒരു പിന്തുണ ഉറപ്പിക്കുക. യഥാർത്ഥത്തിൽ ഈ ഡീൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു കവചമാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, UDF പുറകെ ഇങ്ങനെ പിന്തുണ കൊടുക്കുകയാണെന്നുള്ള ഒരു പ്രത്യേകമായ രീതി അമ്പലപ്പുഴയിൽ കൊണ്ടുവരുന്നതിൻ്റെ കാര്യം ഈ ഡീലാണ്. ലിഡിയ ജേക്കബ് ഉണ്ട് ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ലിഡിയ, അമ്പലപ്പുഴ CPM-ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. G സുധാകരനെ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കുക, പരാജയപ്പെടുത്തുക എന്നത് നേരത്തെ അവരുടെ ലക്ഷ്യമായി തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ഒരു ഡീൽ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു അവിടുത്തെ LDF സ്ഥാനാർത്ഥി എച്ച് സലാം എന്നുള്ളതാണ്. എന്താണ് അത്തരമൊരു ആരോപണത്തിന് പിന്നിൽ? ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ G സുധാകരന്റെ പ്രതികരണങ്ങളിൽ തുടർ പ്രതികരണമാണോ ഇത്? നിലവിൽ എന്താണ്, ഏത് രീതിയിലാണ് ഈ വിഷയം അമ്പലപ്പുഴയിൽ ചർച്ചയാകുന്നത്? പ്രജൻ, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രതികരണങ്ങളുടെ ഒരു തുടർ പ്രതികരണം തന്നെയാണ് എച്ച് സലാമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ G സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണം 5000-ലധികം BJP വോട്ടുകൾ തനിക്ക് ലഭിക്കും എന്നുള്ളതായിരുന്നു. അതിൽ പ്രതികരിക്കവെയാണ് ഇത്തരത്തിൽ BJP UDF ഡീൽ നടന്നിട്ടുണ്ട് എന്നുള്ള പ്രതികരണം എച്ച് സലാമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഈ സമയത്ത് മാത്രമല്ല, മുൻപ് തന്നെയും ഇത്തരത്തിലൊരു ഡീൽ BJPയും UDF-ഉം തമ്മിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം ഇത്തരത്തിൽ പിന്തുണ നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, മുൻപ് 2016-ൽ തന്നെ ഈ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒപ്പം G സുധാകരനും തമ്മിൽ അത്തരത്തിലൊരു നെക്സസ് പ്രവർത്തിച്ചിരുന്നു. ആ നെക്സസിന്റെ ഭാഗമായി പല കാര്യങ്ങളും ചെയ്തിട്ടുമുണ്ട്. ആ ഒരു നെക്സസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ തനിക്ക് എതിരെ പ്രതികാരമടക്കം ചെയ്യുന്ന കാര്യത്തിലേക്കൊക്കെ കടന്നു. ഇന്നലെ G സുധാകരന്റെ പ്രസ്താവനയിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പ്രതികാരം ചെയ്തു എന്നടക്കമുള്ള പ്രതികരണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ എച്ച് സലാമിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടാകുന്നത്. അതായത് 2021-ൽ തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു. 2016-ൽ തന്നെ ഒരു നെക്സസ് പ്രവർത്തിച്ചിരുന്നു. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അതുപോലെ തന്നെ G സുധാകരനും തമ്മിൽ ഒരു നെക്സസ് പ്രവർത്തിച്ചിരുന്നു. അതിന്റെ ഭാഗമായി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് അല്പം മുമ്പ് പറഞ്ഞത്. മാത്രമല്ല, മണ്ഡലത്തിൽ ഒരു UDF BJP ഡീലാണ് നടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വം എന്നാണ് വ്യക്തമാക്കുന്നത്. യെസ്, അതാണ് അമ്പലപ്പുഴയിൽ മറ്റൊരു രീതിയിലേക്ക് അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നുണ്ടല്ലോ സുധ. കാരണം ഈ പറയുന്ന പോലെ ഒരു വർഗ്ഗവഞ്ചകൻ എന്ന രീതിയിൽ പാർട്ടി വിട്ട് പാർട്ടിയെ ചതിച്ചു പോകുന്ന ഒരു ആരിൽ തന്നെയാണ് CPM വിശേഷിപ്പിക്കുന്നതും പറയുന്നതും. അതുകൊണ്ട് തന്നെ ഒരു വർഗ്ഗവഞ്ചകനോട് ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ച് നിൽക്കുക എന്നത് CPM അണികളുടെ മാത്രം ലക്ഷ്യമായിട്ട് വരും. അവർ ആ രീതിയിൽ പരമാവധി കൈമേയും മറന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ആ സമയത്താണ് ഈ രീതിയിൽ ഒരു UDF NDA അല്ലെങ്കിൽ BJP കോൺഗ്രസ് ഡീൽ വരുന്നു എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഈ 2016-ലെ അപേക്ഷിച്ച് 2021-ലേക്ക് വരുമ്പോൾ ഈ ഭൂരിപക്ഷത്തിലേക്ക് ഒരു വലിയ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. അപ്പം അത് മറികടക്കാൻ ഈ ഡീലിന് കഴിയുമോ എന്നൊരു സന്ദേഹം ഒരുപക്ഷെ ആ ക്യാമ്പിൽ വന്നു കാണും. അതെ, G സുധാകരന്റെ ഒരു പരാമർശവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അത് ഈ NDA BJP വോട്ട് അദ്ദേഹത്തിന് കിട്ടും എന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിന്റെ തുടർച്ചയിലാണ് ഇത്തരത്തിലൊരു ആരോപണം കൂടി വരുന്നത്. പ്രജിൻ, മലപ്പുറം തവനൂരിൽ പുതിയൊരു വിവാദം ഉയരുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി വിജയിപ്പിച്ചാൽ സൗജന്യ യാത്ര എന്ന ഓഫറുമായി മുസ്ലിം ലീഗ് നേതാവ് രംഗത്തെത്തുന്നു. UDF സ്ഥാനാർത്ഥി VS ജോയ്ക്ക് കൂടുതൽ ലീഡ് നൽകുന്ന മണ്ഡലം ബൂത്ത് കമ്മിറ്റികൾക്കാണ് ഈ വാഗ്ദാനം നൽകിയിരിക്കുന്നത്.
ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP ബാവ ഹാജിയുടേതാണ് ഈ പ്രഖ്യാപനം. ചട്ടലംഘനമാണ് നടന്നതെന്ന് LDF സ്ഥാനാർത്ഥി KT ജലീൽ ആരോപിച്ചു. സംഭവത്തിൽ SP-യോട് റിപ്പോർട്ട് തേടിയതായി ജില്ലാ കളക്ടർ വിനയ് ഗോയൽ പറഞ്ഞു. അത് UAE പോകാൻ ഒരു റിട്ടേൺ ടിക്കറ്റും 15 ദിവസം നിങ്ങൾക്ക് താമസിക്കാനുള്ള അക്കോമഡേഷനും സ്പോൺസർ ചെയ്ത് ഒരു റിട്ടേൺ ടിക്കറ്റ് പഞ്ചായത്തോട് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്ന ബൂത്ത് ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യണം കേട്ടാ. തവനൂരിലെ UDF സ്ഥാനാർത്ഥി VS ജോയ്ക്ക് ഏറ്റവും കൂടുതൽ ലീഡ് നൽകുന്ന കമ്മിറ്റിക്കാണ് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP ബാവ ഹാജി സമ്മാനം പ്രഖ്യാപിച്ചത്. തവനൂരിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു CP ബാവ ഹാജിയുടെ പ്രഖ്യാപനം. ജോയ് വിജയിച്ചാൽ 15 ദിവസത്തെ വിദേശയാത്രയും ചിലവുമാണ് വാഗ്ദാനം. ബൂത്ത് കമ്മിറ്റികൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നും ബാവ ഹാജി ആഹ്വാനം നൽകുന്നുണ്ട്. എന്നാൽ നടന്നത് ചട്ടലംഘനമെന്നാണ് LDF സ്ഥാനാർത്ഥി KT ജലീൽ പറയുന്നത്. അടച്ചിട്ട മുറിയിൽ പറഞ്ഞ കാര്യമല്ല, പൊതുയോഗത്തിലാണ് സ്ഥാനാർത്ഥിയെ ഇരുത്തി ഇക്കാര്യം പറഞ്ഞതെന്നും KT ജലീൽ. തെരഞ്ഞെടുപ്പിന്റെ ഒരു സമ്മേളനത്തിൽ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞത് തന്നെ ചട്ടലംഘനമാണ്. അതിന് എന്താണോ ചെയ്യേണ്ടത് അത് ജില്ലാ കളക്ടറും ഭരണാധികാരിയുമാണ് എടുക്കേണ്ടത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടെന്നും ചട്ടലംഘനമുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ജില്ലാ കളക്ടർ വിനയ് ഗോയൽ. അത് എൻ്റെ ശ്രദ്ധയിൽ രാവിലെ വന്നു ഈ വിഷയം. ഞാൻ ജില്ലാ പോലീസ് മേധാവിയുമായിട്ട് സംസാരിച്ചു. സോ നമുക്ക് കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഏതാണ് ഇതിൻ്റെ ആക്ഷൻ അത് നമുക്ക് എടുക്കാം. തവനൂരിൽ സ്ഥാനാർത്ഥിയാകാൻ പരിഗണിക്കപ്പെട്ട ആളായിരുന്നു CP ബാവ ഹാജി. 24 മലപ്പുറം. നമുക്ക് നേരെ തിരുവല്ലയിലേക്ക് പോവാം. തിരുവല്ലയെ ശരിക്കും ശരിയാക്കും എന്നാണ് അവിടുത്തെ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി പറയുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ 20 വർഷമായി തിരുവല്ല ഏറെ പിന്നിലാണ് എന്നും അനൂപ് പറയുന്നുണ്ട്. UDF-നും LDF-നും മറുപടി പറഞ്ഞ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമയം കളയാനില്ല എന്നും അനൂപ് ആന്റണി 24-നോട് പ്രതികരിച്ചു. ഷിജോ കുര്യന്റെ റിപ്പോർട്ടിലേക്കാണ്. തിരുവല്ലയിലെ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണിയുടെ പ്രചരണം 2ാം റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ ഗൃഹസന്ദർശനമൊക്കെയാണ്. ഇപ്പോൾ ഈ അനൂപ് ആന്റണിയുടെ ഫ്ലെക്സിനകത്തുള്ള ഒരു ടാഗ് ലൈൻ വാചകമുണ്ട്, അനൂപ് വരും ഇനിയെല്ലാം ശരിക്കും ശരിയാക്കുമെന്നുള്ളത്. അപ്പോൾ എന്താണ് ഇനി ശരിക്കും ശരിയാക്കാനുള്ളത്? ഒട്ടേറെ കാര്യങ്ങൾ ശരിക്കും ശരിയാക്കാനുണ്ട്. കാരണം ഇവിടുത്തെ നിലവിലെ നിയമസഭാ അംഗം ഏകദേശം 20 വർഷമായി എല്ലാം ശരിയാക്കാം എന്നുള്ളൊരു ടാഗ് ലൈനുമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഇവിടെ MLA ആയിട്ട് തുടർന്നിട്ട് ഈ 20 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാലയളവൊന്നുമല്ല. ഒരു 20 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് വലുതായ ഒരു യുവാവാവേണ്ട പ്രായമാണ്. ഒരു നാടിൻ്റെ മൊത്തം മുഖച്ഛായ മാറേണ്ട കാലഘട്ടമാണ്. ഞാനതുകൊണ്ട് ഈ ഒരു കഴിഞ്ഞു, ഇനിയിപ്പം നമ്മൾ ഒന്നേം തുടങ്ങണം. ഇവിടെ തിരുവല്ല അപ്പോഴും ശിശുവാണെന്നാണ് പറയുന്നത്. ഇല്ലില്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. തിരുവല്ല ഒട്ടേറെ കാര്യങ്ങളിൽ വളരെ മെച്യൂറാണ്. പക്ഷേ തിരുവല്ലയുടെ വികസനം ഇപ്പോഴും ശിശുവായിട്ട് തന്നെ കിടക്കുകയാണെന്നാണ് എനിക്ക്. തിരുവല്ല ശിശുവാണെന്നല്ല, തിരുവല്ലയുടെ വികസനം ശിശുവാണെന്ന് പറഞ്ഞതിന് യാതൊരു സംശയവുമില്ല. ത്രികോണ മത്സരത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടോ? അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് പോകുന്നുള്ളൊരു എന്താണ് അങ്ങനത്തെ ഒരു ഫീല്? അല്ല, എനിക്ക് തോന്നുന്നത് ഇത് വികസനമില്ലായ്മയും വികസനവും തമ്മിലുള്ള മത്സരമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു ത്രികോണ മത്സരമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്ര നാളും ഇവിടെ ആളുകൾ കാത്തിരുന്ന ഒരു വികസനം ഉണ്ടായിരുന്നു. അത് കിട്ടാത്തതുകൊണ്ട് ഒരു വികസനമില്ലായ്മയുടെ ഒരു മൂഡ് ഇവിടെ മൊത്തത്തിലുണ്ട്. അവർ രണ്ടും ഒരുമിച്ച് പറയുന്നത് BJP ചിത്രത്തിലേ ഇല്ല എന്നാണ്. അപ്പോൾ അതിനുള്ള മറുപടി എന്താണ്? അതിനുള്ള മറുപടി ജനങ്ങൾ കൃത്യമായിട്ട് ഈ വരുന്ന 9-ാം തീയതി ജനങ്ങൾ കൊടുത്തുകൊള്ളും. കാരണം ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും മറുപടി കൊടുത്ത് സമയം വേസ്റ്റാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നുള്ള മറുപടി ജനങ്ങൾ കൊടുത്തുകൊള്ളും. ജനങ്ങളെ വില കുറച്ച് കാണരുത്, അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് തിരുവല്ലയിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ്, ലോകം കണ്ടവരാണ്, എക്സ്പോഷർ ഉള്ളവരാണ്, എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അതുമാത്രമല്ല പാരമ്പര്യവും ഉള്ളവരാണ്. അപ്പോൾ ഇത്രയുമുള്ള തിരുവല്ല ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് മാത്രമേ എനിക്ക് അവരോട് പറയാനുള്ളൂ. അപ്പോൾ തിരുവല്ലയിലെ ജനങ്ങളെ വില കുറച്ച് കാണരുത്, അനൂപ് ആന്റണി വന്നാൽ എല്ലാം ശരിക്കും ശരിയാക്കും എന്ന് പറയുന്ന കാര്യം അത് യാഥാർത്ഥ്യമാണ് എന്നുള്ള ഉറപ്പാണ് അനൂപ് ആന്റണി നൽകുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, തിരുവല്ല, നെടുമ്പ്രത്ത് വീട്ടമ്മയ്ക്ക് സൂര്യാഘാതമേറ്റു. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. കോട്ടയം, എറണാകുളം, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലകളിൽ 36 ഡിഗ്രി വരെയും താപനില ഉയരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ കൂടുതൽ താപനിലയാണ് പലയിടങ്ങളിലും രേഖപ്പെടുത്തുന്നത്. പത്തനംതിട്ട, തിരുവല്ല, നെടുമ്പ്രത്ത് വീട്ടമ്മയ്ക്ക് സൂര്യാഘാതമേറ്റു. നെടുമ്പ്രം മുണ്ടുപറമ്പിൽ സ്വദേശി സിന്ധുവിനാണ് പുത്തൻകാവ് ദേവീക്ഷേത്രത്തിൽ പൊങ്കാലിടുന്നതിനിടെ സൂര്യാഘാതമേറ്റത്. പൊങ്കാല ഇടാൻ പോയി, അവിടെ ചെന്നപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. വെയിൽ ചൂട് കൂടുതലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല കൈക്കൊക്കെ നീരും വേദനയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഡോക്ടറെ കൊണ്ടേ കാണിച്ച് സൂര്യാഘാതത്തിൻ്റെ ആണെന്ന് പറഞ്ഞു.
സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുതെന്നും കുഞ്ഞുങ്ങൾ, പ്രായമായവർ, ഗർഭിണികൾ, ഗുരുതര രോഗമുള്ളവർ എന്നിവർക്ക് പ്രത്യേക കരുതൽ വേണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 24 തിരുവനന്തപുരം. അശ്വത, എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയാൽ കടുത്ത ചൂടാണ്. ആ ചൂടിനിടയിലും ആവേശം ഒട്ടും കുറയുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ ചൂട് അത് ആ രീതിയിലേക്ക് തന്നെ പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇതാ മറ്റൊരു ചൂട് കൂടിയുണ്ട്. അത് IPL ചൂടാണ്. IPL കൊടിയേറാൻ ഇനി 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് ഋഷഭ് പന്തിന്റെ ലക്നൌ സൂപ്പർ ജയന്റ്സ് ഇത്തവണ കളത്തിലിറങ്ങുന്നത്. അനിൽ വാസു തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ കാണാം. പുത്തൻ ജേഴ്സി, പുത്തൻ ലോഗോ, ഈ പുതുമ പ്രകടനത്തിലും പുറത്തെടുക്കാനാവുമോ ലക്നൌ സൂപ്പർ ജയന്റ്സിന്? ഡിസ്ട്രക്റ്റീവ് ബാറ്റേഴ്സ്, ഫയർ ബ്രാൻഡ് പേസേഴ്സ്, മിസ്റ്ററി സ്പിന്നേഴ്സ്, ഒരു 2020 ടീമിന് വേണ്ട ചേരുവകളെല്ലാം ഉള്ള സംഘമാണ് ലക്നൌ സൂപ്പർ ജയന്റ്സ്. എന്നാൽ കഴിഞ്ഞ 2 തവണയും 7ാം സ്ഥാനത്ത് തുടങ്ങി. നിർണായക സമയത്ത് നിർവീര്യമാകുന്ന എക്സ്പ്ലോസീവ് ബാറ്റിംഗ് നിരയും പരിക്ക് കൂടപ്പുറപ്പായ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റും എല്ലാത്തിനുമപ്പുറം കോൺഫിഡൻസ് ഇല്ലാത്ത ക്യാപ്റ്റനും. തൊട്ടതെല്ലാം പിഴച്ച സീസണിനൊടുവിൽ ജയന്റ് പ്രകടനം പ്രതീക്ഷിച്ച ഋഷഭ് പന്തും കൂട്ടരും പടയ്ക്കൊരുങ്ങുകയാണ്. പവർ പ്ലേയിൽ പവർ പഞ്ചുകളുമായി കളന്നിറങ്ങുന്ന മിച്ചൽ മാർഷും എയ്ഡൻ മാർക്രമും, അത് ഏറ്റെടുത്ത് പൊട്ടിത്തെറിക്കാൻ നിക്കോളാസ് പുരാൻ. ഇതുവരെ എല്ലാം സെറ്റാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഒന്നിനും ഉറപ്പില്ല. 27 കോടി എന്ന IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രൈസ് ടാഗിനോട് നീതി പുലർത്താനാവാതെ പോയ ക്യാപ്റ്റൻ ഋഷഭ് പന്തിൽ തുടങ്ങുന്നു പ്രശ്നങ്ങൾ. കഴിഞ്ഞ തവണ 14 ഇന്നിംഗ്സിൽ നേടിയത് വെറും 269 റൺസാണ്. ഇതിലെ ഒരു സെഞ്ചുറി ഒഴിച്ചു നിർത്തിയാൽ ബാക്കി 13 ഇന്നിംഗ്സിലും നിരാശപ്പെടുത്തി. ഇന്ത്യയുടെ വൈറ്റ് ബോൾ ഫോർമാറ്റ് ടീമുകളിലേക്ക് പരിഗണിക്കപ്പെടണമെങ്കിൽ പന്തിന് ഇത്തവണ തകർത്തടിച്ചേ പറ്റൂ. ആയുഷ് ബദോനി എന്നും ആശ്വാസമാണ്. അബ്ദുൾ സമദ് കൂടി മിന്നിയാൽ ലക്നൌവിന് സ്കോർ ബോർഡിനെ കുറിച്ച് ആശങ്ക വേണ്ട. 8.6 കോടി കൊടുത്തു വാങ്ങിയ ജോഷ് ഇംഗ്ലീഷ് മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ എത്ര കളികളിൽ ഇംഗ്ലീഷ് ഉണ്ടാകുമെന്നതാണ് ചോദ്യം. ഇനി ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ മായങ്ക് അഗർവാൾ, ആവേശ് ഖാൻ, മൂസിൻ ഖാൻ, പ്രിൻസ് യാദവ് എന്നിവരെ നയിക്കാൻ മുഹമ്മദ് ഷമി കൂടി വരുമ്പോൾ മറ്റാർക്കുമില്ലാത്ത ഇന്ത്യൻ പേസ് ഫാക്ടറി ലക്നൌവിനുണ്ട്. ദക്ഷിണാഫ്രിക്കയുടെ ആൻഡ്രിച്ച് നോർക്കിയ കൂടി ചേരുമ്പോൾ കടലാസിൽ ആവോളം കരുത്ത്. എന്നാൽ പരിക്കിന്റെ തോഴരായ ഇവരെയൊക്കെ സീസൺ മുഴുവൻ കിട്ടുമോ എന്നതാണ് പ്രശ്നം. സ്പിന്നറിലും ഇതേ പ്രശ്നമുണ്ട്. ലാഭത്തിൽ വാങ്ങിയ വനിന്ദോ ഹസ്രംഗയും പരിക്കിന്റെ പിടിയിലാണ്. ഇതോടെ ദിഗ്വേഷ് ഷാത്തിയെയും ഷഹബാസ് അഹമ്മദിനെയും തന്നെ ആശ്രയിക്കേണ്ടി വരും ലക്നൌ സൂപ്പർ ജയന്റ്സിന്. എന്തായാലും IPL പൂരം അത് തുടങ്ങാൻ 3 ദിവസം മാത്രമാണ്. എല്ലാ ടീമുകളും ഒരുങ്ങിക്കഴിഞ്ഞു. പലർക്കും പരിക്കിന്റെ പ്രശ്നമുണ്ട്. അതാണ് ഇപ്പോൾ അനിൽ പറഞ്ഞ ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതൊന്നും ബാധിക്കില്ല ടീമിനെ എന്നാണ് ഉടമകൾ പറയുന്നത്. കാത്തിരുന്ന് കാണാം. അപ്പോൾ 1 PM ന്യൂസിന്റെ സമയം പൂർത്തിയാവുന്നു.